ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളുണ്ട് വായിക്കണം എന്ന് വിചാരിച്ചിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചൊരു സാധനം കേട്ടോ. ഫൈനലി ഇന്നാണ് നമ്മുടെ കൈ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഈ പാക്കേജിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് അടിപൊളി ജേർണലിങ് സെറ്റാണ് കേട്ടോ. ആൻഡ് ഞങ്ങൾക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഞങ്ങൾ കണ്ടുപോയത് ഈ ഒരു പേർപ്പിൾ കളറിലോട്ട് കേട്ടോ. ഇത് വന്നിട്ടൊരു മൂൺ ഒരു ഗാലക്സി അങ്ങനത്തെ ഒക്കെ ഒരു തീമിലാണ് സംഭവം വരുന്നത്. ആൻഡ് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആൻഡ് ഓപ്പൺ ചെയ്തപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും സൂപ്പർ ഡൂപ്പർ ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ എന്തൊക്കെ ഓരോ ഐറ്റംസ് എന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഈ ഒരു സംഭവം വന്നിട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണെങ്കിലും ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫസ്റ്റ് ഐറ്റം വന്നിട്ട് ഇത് ഈ കാണുന്ന ഒരു സിമ്പിൾ ബട്ട് എലഗൻറ്റ് ലുക്ക് തരുന്ന ഡയറിയാണ് കേട്ടോ. ഇതിൽ വന്നിട്ട് ഗ്രേറ്റ് പേജസ് ആണ് വരുന്നത്. ആൻഡ് അത്യാവശ്യം കുറേ പേജസ് ഉള്ളതുകൊണ്ട് തന്നെ കുറേ കാലം ഉപയോഗിക്കാൻ മാത്രം ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് 2 വാഷി ടാപ്പാണ്. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അടുത്ത് വന്നിട്ട് ഇത് ഈ ഒരു എൻവലപ്പാട്ടോ. ഇത് മാത്രമല്ല വേറെ ഒന്നും കൂടി ഉണ്ട്. ഇത് ഈ ഒരു കാണുന്ന വൈറ്റ് കളർ. ഇത് രണ്ടും നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ആ ഒരു വൈറ്റ് കളറായിരുന്നു കേട്ടോ. അടുത്ത് വന്നിട്ട് കുറച്ച് മിനി കാർഡ്സ് ആയിരുന്നു കേട്ടോ. കുറച്ചല്ല കുറച്ചധികം അങ്ങനെ വേണം പറയാൻ കേട്ടോ. ആൻഡ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഇത് ഈ കാണുന്ന കുറച്ച് ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ആയിട്ടുള്ള മെമ്മോ പാഡ്സ് ആണ് കേട്ടോ. ഇത് കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു. അതിന് 3 ടൈപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ടൈപ്പും പിന്നെ വന്നിട്ട് നമുക്ക് ടു ഡു ലിസ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കാർഡ്സ് ആയിരുന്നു. ഇത് ഒന്ന് തന്നെ ഇത് ഇത്രയും പീസസ് ഉണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് ഇത് വരുന്നത് എന്നുള്ളത്. പിന്നെ വന്നിട്ട് ഇതുപോലത്തെ ചെക്ക് ലിസ്റ്റ് ടൈപ്പ് ആയിട്ടുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അടുത്ത് വന്നിട്ട് കുറച്ച് മിനി പോളറൈഡ്സ് ആയിരുന്നു കേട്ടോ. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണ് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റാമ്പ്സും കൂടെ ആയിരുന്നു കേട്ടോ. സത്യം പറയട്ടെ ഇതെന്താണ് ഇതിൻ്റെ പേര് കാരണം ഒന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ പിൻട്രസ്റ്റും യൂട്യൂബും നോക്കിയിട്ട് പഠിച്ചിട്ട് വേണം ഇത് എന്താണെന്നൊക്കെ ഒന്ന് ചെയ്യാൻ കേട്ടോ. അടുത്തത് വന്നിട്ട് കുറച്ച് വലിയ കാർഡ്സ് ആയിരുന്നു. ഇതും ഫോക്കസ് ചെയ്യുന്നത് ഗാലക്സി ആൻഡ് മൂൺ തീമായിരുന്നു. എല്ലാം ഒരു പർപ്പിൾ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കൊണ്ടുവന്നു. ഇത് വെറും സ്റ്റിക്കേഴ്സില്ല, ട്രാൻസ്പെറൻ്റ് ആണ്. അതുപോലെ തന്നെ കുറച്ച് പേസ്റ്റൽ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ആൻഡ് ഇതിൽ ഓരോ സ്റ്റിക്കേഴ്സിലും ഓരോ ടൈപ്പ് ഓഫ് കോഡ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് മേലെ എഴുതാൻ പറ്റുന്നതും പിന്നെ പിക്ചേഴ്സൊക്കെ ഉള്ള സ്റ്റിക്കേഴ്സ് ആയിരുന്നു. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എല്ലാം ഈച്ച് ആൻഡ് എവ്രി വൺ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതും ഗാലക്സി മൂൺ ആ ഒരു തീമായിരുന്നു കേട്ടോ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറയട്ടെ എനിക്ക് സ്റ്റിക്കേഴ്സ് ഒരു വീക്ക്നെസ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ജേർണൽ കിറ്റ് വാങ്ങിക്കാനുള്ള മെയിൻ ഉദ്ദേശം അത് തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പല ഷേപ്സിലും കളേഴ്സിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇതുകൊണ്ട് തന്നെ എനിക്ക് സംതൃപ്തി ആയിക്കണം എന്തായാലും. പിന്നെ വന്നിട്ട് കുറച്ച് വലിയ പിക്ചേഴ്സ് ആയിരുന്നു കേട്ടോ. ഇതെല്ലാം ഗാലക്സിയിലും ക്ലൗഡ്സും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ആയിരുന്നു. എല്ലാം ഒരു പേർപ്പിൾ പിങ്ക് ബ്ലൂ ഷെയ്ഡിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഈ കാണുന്ന സാധനത്തിൻ്റെ പേര് എന്താണെന്നൊക്കെ വലിയ ഐഡിയ ഇല്ല. എന്തായാലും കാണാൻ നല്ല അടിപൊളി അയച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇത്രയും സാധനങ്ങൾ ഇപ്പം എങ്ങനെ ആ കുഞ്ഞി പെട്ടിയിൽ കൊണ്ടുവന്നാണ്. എന്തായാലും വേണ്ടിയില്ല, 300 സംതിങ് റുപ്പീസിന് ഇത് ടോട്ടലി വേർത്തിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചിട്ട് വേണം ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഇത് ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ പിന്നെ ഇത് വെക്കാം കേട്ടോ. അപ്പോൾ പിന്നെ പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ, അങ്ങനെയാണോ? ഇനിയിപ്പോൾ എങ്ങനെ ഇല്ലെങ്കിലും വേണ്ടിയില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ പ്രശ്നം എന്തായാലും ഇത് ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ ബൈ. ബൈ.